ഹായ്. അപ്പോൾ മലയാളീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നല്ലൊരു സ്പൈസി പനീർ റോസ്റ്റുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് പോകാം. അതിനു മുമ്പ് തീർച്ചയായിട്ടും ഇതിനകത്തെ അവതരണം ഏട്ടനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല പഴയ ഗാനങ്ങൾ, കവിതകൾ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അത് നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഈ ഡിഷ് എന്തുവാണെന്ന് നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പനീർ വെച്ചിട്ട് വളരെ വെറൈറ്റി ആയിട്ട് ഒരു റോസ്റ്റ്, അതും നല്ല സ്പൈസി പനീർ റോസ്റ്റാണ്. നല്ല എരിവുള്ള ഒരു ഡിഷ് തന്നെയാണ്. ചപ്പാത്തിക്കും ചോറിനുമൊക്കെ വളരെ ബെസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. അതിന് ഞാനിപ്പോൾ ആദ്യം പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സവോള, പച്ചമുളക്, തക്കാളി, ഇത് ഇത്രയും കൂടി നമ്മൾ എടുക്കുന്നുണ്ട് വെജിറ്റബിൾസിൽ. പിന്നീട് നമ്മൾ മസാല, കറി മസാല, മറ്റ് സ്പൈസിക്കായിട്ട് മുളക് പൊടി, ഇതെല്ലാം കൂടി ഇപ്പം നമുക്കിത് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ, നമുക്കത് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പം കൊക്കനട്ട് ഓയിൽ അല്ല, വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിലും റിഫൈൻഡ് ഓയിലാണെങ്കിലും പ്രോബ്ലം ഇല്ല. നമുക്ക് ഇതൊന്ന് ചൂടാകുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓയിലൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പനീറിൻ്റെ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് മുഴുവനും ഇട്ട് കൊടുക്കാം. പനീർ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ അല്ല, നമുക്ക് അത്രയ്ക്ക് അങ്ങ് മൂക്കണ്ട, ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം ഒരു സൈഡൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി, ബാക്കി സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് കൂടുതലങ്ങ് ബ്രൗൺ ആക്കണ്ട. നമുക്കിനി ഇത് മാറ്റാം. എല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ പനീർ 200 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. അതിന് ഞാനിവിടെ രണ്ട് സവോള ഇതിനിപ്പോൾ നമുക്ക് സവോളയും പച്ചമുളകും കൂടി ഇതേ ഓയിലിൽ തന്നെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നില്ല. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഇതിട്ടൊന്ന് വഴറ്റുന്നതിന് സൈഡിലായിട്ട് തന്നെ ആ എണ്ണയിൽ കുറച്ച് ജീരകം കൂടി ഇട്ട് അതൊന്ന് മൂപ്പിച്ചിട്ട്, അത് ജസ്റ്റ് ഒന്ന് മൂക്കട്ടെ. കാര്യം ഈ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇതുപോലെ തന്നെ സവോളയിലും പച്ചമുളകിലും ഒക്കെ എത്തണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സൈഡിലായിട്ട് നമുക്ക് ജീരകം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ജീരകം ഒന്ന് ജസ്റ്റ് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് തന്നെ മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം എണ്ണ ഒഴിച്ചിട്ട് ജീരകം ഇട്ട് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് സവോള ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് സൈഡിൽ അതിൻ്റെ ആ ഒരു ഇതിൽ തന്നെ അങ്ങ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം കടുക് ഇടുന്നതിന് പകരം ജീരകം ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം. സവോള ഒന്ന് വഴണ്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. സ്പൈസി ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ 1 മുതൽ 1.5 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് നമുക്കിതൊന്ന് ഇളക്കിയതിന് ശേഷം 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയാണ്, ഇതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മളിട്ട പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന്, ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തില്ല, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് അപ്പോൾ തന്നെ നമുക്ക് പനീർ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് അടപ്പ് മൂടി വെച്ച് ആവിയിൽ ഒന്ന് ജസ്റ്റ്, നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, അപ്പോൾ നമുക്കിതിനി ഒന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതെടുക്കാം. അപ്പം ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് മിക്സ് ചെയ്തായിരുന്നു. നമ്മുടെ പനീർ റോസ്റ്റ്
സ്പൈസി പനീർ റോസ്റ്റ്. നല്ല എരിവുണ്ട്. കുരുമുളക് പൊടി, മുളക് പൊടി, പച്ചമുളകൊക്കെ നല്ല എരിവുള്ള പച്ചമുളക് തന്നെയായിരുന്നു. അപ്പോൾ ഞാനത് 3 എണ്ണമാണ് ചേർത്തത്. എരിവില്ലാത്തതാണെങ്കിൽ 5 എണ്ണം ചേർക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട്. നമ്മുടെ സ്പൈസി പനീർ റോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഗാർണിഷ് ചെയ്യാനായിട്ടോ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ ചെയ്യാം. ഞാനിന്നിപ്പം പനീറിൻ്റെ ഈ റോസ്റ്റിന് മല്ലിയില ഇടുന്നില്ല. നോർമലി മല്ലിയിലയുടെ ടേസ്റ്റ് ഇതിന് അത്ര സ്യൂട്ടാവുമെന്ന് തോന്നുന്നില്ല. എന്തായാലും എല്ലാവരും ഇത് നന്നായിട്ട് കുക്ക് ചെയ്ത് നോക്കുക, പരീക്ഷിച്ച് നോക്കുക. വീട്ടിലെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. സ്പൈസി നിങ്ങൾക്ക് അനുസരിച്ച് ചേർക്കാം. കാര്യം കൂടുതലായിട്ട് എരിവ് കൂട്ടാൻ താല്പര്യമില്ലാത്തവർക്ക് കുറയ്ക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. ബൈ ബൈ. അപ്പോൾ എല്ലാവരും ഡിഷ് കണ്ടു കാണുമല്ലോ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. പിന്നെ സ്പൈസിയാണ്. ആദ്യമേ ഞാൻ പറഞ്ഞു സ്പൈസിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ വെജിറ്റബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് അറിയാൻ ആകാംക്ഷയുള്ള ഡിഷസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ഐറ്റംസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞങ്ങളതുപോലെ തയ്യാറാക്കുന്നതാണ്. ഒരാൾ ചീര അവിയൽ, പിന്നെ ചക്ക അവിയൽ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വരുന്ന വീഡിയോകളിൽ അതെല്ലാം തന്നെ വരുന്നതാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ പനീർ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തന്നെ പനീർ എങ്ങനെയാണ് നമുക്ക് ഹോം മെയ്ഡായിട്ട് വീട്ടിലുണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെയും കൂടെ വീഡിയോ പുറകെ ഞങ്ങൾ ഇടുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പം ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ നല്ല രീതിയിൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല വ്യൂസൊക്കെ ആയിട്ട് നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് നമുക്ക് ഗ്യാപ്പ് വന്നു. അതൊന്നും ഇല്ലാതെ തന്നെ ഇനി മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ ഈ ചാനലുമായിട്ട് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റിലൂടെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. റിപ്ലൈ കിട്ടുന്നതുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതും നിങ്ങൾ സ്വീകരിച്ചു എന്ന് അറിയുന്നു. കൂടാതെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സ്പൈസി ആയിട്ട് നല്ല അടിപൊളി ഒരു ഡിഷാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.